നമസ്കാരം സുഹൃത്തുക്കളെ. മലയാള സിനിമയിലെ കംപ്ലീറ്റ് ആക്ടർ എന്ന വിശേഷം ഒരാൾക്ക് മാത്രമേ ചേരൂ. അത് നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. 4 പതിറ്റാണ്ടിലേറെയായി മലയാളി പ്രേക്ഷകരെ വിസ്മയിച്ചു കൊണ്ടിരിപ്പിക്കുന്ന മോഹൻലാൽ എന്ന നടൻ്റെ വിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ വരാനിരിക്കുന്ന വമ്പൻ സിനിമകളെക്കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ഈ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സിനിമയിലെ തിരക്കുകൾക്കിടയിലും കുടുംബത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. അന്തരിച്ച പ്രശസ്ത നിർമ്മാതാവ് കെ ബാലാജിയുടെ മകൾ സുചിത്രയാണ് അദ്ദേഹത്തിൻ്റെ പത്നി. മകൻ പ്രണവ് മോഹൻലാൽ ഇതിനോടകം തന്നെ മലയാള സിനിമയിൽ തൻ്റെ ചൂടുറപ്പിച്ചു കഴിഞ്ഞു. മകൾ വിസ്മയ മോഹൻലാൽ കലാരംഗത്തും എഴുത്തിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതായിരുന്നില്ല. വലിയ പ്രതീക്ഷയോടെ വന്ന് മരക്കാർ, ആറാട്ട്, എലോൺ, മോൺസ്റ്റർ തുടങ്ങിയ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയും സമ്മിശ്ര പ്രതികരണം നേടുകയും ചെയ്തു. എന്നാൽ ലിജോ ജോസ് പല്ലശ്ശേരിയുടെ മലൈക്കോട്ട് വാലിബൻ വേറിട്ടൊരു പ്രതീക്ഷയായിരുന്നു. അതൊരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു. വിമർശനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ലാലേട്ടൻ്റെ പ്രകടനം എടുത്തു പറയേണ്ട ഒന്നായിരുന്നു. മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റായ ലൂസിഫറിൻ്റെ 2ാം ഭാഗം എമ്പുരാൻ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മലയാളത്തിലെ തന്നെ ആദ്യത്തെ 300 കോടി ചിത്രമായിരുന്നു. അബ്രഹാം ഖുറേഷിയുടെ ഭൂതകാലവും വർത്തമാനവും പറയുന്ന ഈ ചിത്രം ഹോളിവുഡ് നിലവാരത്തിൽ പൃഥ്വിരാജ് അണിയിച്ചൊരുക്കിയത്. മാസ സിനിമകൾക്കിടയിൽ ലാലേട്ടനിലെ അഭിനയ പ്രതിഭയെ കാണാൻ കാത്തിരിക്കുന്നവർക്കുള്ള മറുപടിയാണ് ഹൃദയപൂർവ്വം. നമ്മൾ പഴയ ലാലേട്ടനെ സിനിമകൾ കണ്ടിരുന്ന ആ നിഷ്കളങ്കമായ ചിരിയും കുടുംബ ബന്ധങ്ങളും ഈ സിനിമയിലുണ്ടായിരുന്നു. പരാജയങ്ങളുടെ കാലം കഴിഞ്ഞ് തൻ്റെ കാലഘട്ടം വീണ്ടും അദ്ദേഹം തിരിച്ചു കൊണ്ടുവന്നു. ലാലേട്ടൻ്റെ സുവർണകാലം. നേരെന്ന ചിത്രം നൽകിയ വലിയ വിജയം അദ്ദേഹത്തിൻ്റെ സെലക്ഷനിൽ വന്ന മാറ്റം തെളിയിക്കുന്നു. പരീക്ഷണ ചിത്രങ്ങളെക്കാൾ കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ ലാലേട്ടൻ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നു. സിനിമാ പ്രേമികൾ ലോകമെമ്പാടും ഒരുപോലെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. ജീത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ ജോർജ് കുട്ടി വീണ്ടും എത്തുകയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലാലേട്ടൻ്റെ ജന്മദിനമായ മെയ് 21-ന് ചിത്രം റിലീസിന് വരും. ലോകമെമ്പാടും 2026 മെയ് 21-നായിരിക്കും ചിത്രത്തെ ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത്. ജോർജ് കുട്ടിയുടെ കഥയ്ക്ക് ഈ ഭാഗത്തോടെ ഒരു പൂർണ്ണ വിരാമം ഉണ്ടാകുമെന്നാണ് സംവിധായകൻ സൂചിപ്പിച്ചിരിക്കുന്നത്. 2ാം ഭാഗം നമ്മളെ ഞെട്ടിപ്പിച്ചതിനേക്കാൾ വലിയൊരു ട്വിസ്റ്റ് 3ാം ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ജോർജ് കുട്ടിയും കുടുംബവും ഇത്തവണ എങ്ങനെ രക്ഷപ്പെടും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. മലയാളി പ്രേക്ഷകരെ പതിറ്റാണ്ടുകളായി സ്വപ്നം കണ്ട ആ നിമിഷം വന്നെത്തിയിരിക്കുകയാണ്. മമ്മൂട്ടി മോഹൻലാൽ വമ്പൻ കോംബോ പാട്രിയറ്റ്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന മെഗാ പ്രോജക്റ്റ് പാട്രിയറ്റ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഏകദേശം 140 കോടിക്ക് മുകളിൽ ബജറ്റ് ഒരുങ്ങി ആണ് വരുന്നത്. ലണ്ടൻ, ശ്രീലങ്ക, കൊച്ചി എന്നിവിടങ്ങളായി വലിയ ക്യാൻവാസിൽ ചിത്രീകരിച്ച ഈ സിനിമ ഒരു പൊളിറ്റിക്കൽ ത്രില്ലറാണെന്ന് സൂചന. ലാലേട്ടനും മമ്മൂക്കിയും സ്ക്രീനിൽ നേർക്കുനേർ വരുമ്പോൾ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ തകർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തുടരവും ഹൃദയപൂർവ്വവും ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ജീത്തു ജോസഫിൻ്റെ റാമും കൂടെ വന്ന് ഷാജി കൈലാസിൻ്റെ ചിത്രവും അരുൺമൂർത്തിയുടെ ചിത്രം കൂടെ വന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇനി അങ്ങോട്ട് പൊടിക്കുന്നതിന് താരം. ചുരുക്കത്തിൽ പറഞ്ഞ 2026 ലാലേട്ടൻ്റെ ആരാധകർക്ക് ഒരു വിരുന്ന് തന്നെയായിരിക്കും. പാട്രിയാട്ടും ദൃശ്യം 3യും. ലാലേട്ടൻ്റെ ഈ വമ്പൻ തിരിച്ചുവരവിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ ഏതാണ്? കമൻറ്റ് ചെയ്യണേ.